So, good afternoon. So, now clear അല്ലേ? Clear. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷനോടെ സ്റ്റാർട്ട് ചെയ്യാം. കീഡ് എന്ന് പറയുന്നത് ഇത് ഡിപ്പാർട്ട്മെന്റിലെ കീഴിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിൽ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓണ്ടർപ്രണറെ സഹായിക്കാനും അവരുടെ സ്കെയിലപ്പിനും അവരോടുള്ള മുമ്പോട്ടുള്ള പ്രവർത്തനം എങ്ങനെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കീഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബേസിക്കലി 4 ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ആണുള്ളത്. ലോഞ്ച് പാഡ്, ഗ്രോത്ത് പൾസ്, ടെക് ഹൊറൈസൺ ആൻഡ് മാർക്കറ്റ് മിസ്റ്ററി. അതിൽ ഗ്രോത്ത് പൾസ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ബിസിനസ് ഓണേഴ്സിനുള്ളതാണ്. ലൈക്ക് ഒരു ഉള്ള സംരംഭം എങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ട് പോകാം, സ്കെയിലപ്പ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ അതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിനാൻസ് എല്ലാം അഡ്വാൻസ് ലെവലോ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇത് കൂടാതെ ലോഞ്ച് പാഡ് ഉണ്ട്. അത് എക്സിസ്റ്റിംഗ് അല്ല ആസ്പയറിംഗ് ആയിട്ടുള്ളവർക്കാണ്, ഒരു തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ലോഞ്ച് പാഡ് എന്ന് പറയുന്നത്. അത് ഐഡിയ പോലും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഐഡിയ ഉള്ളവർക്ക് അതെങ്ങനെ ഒരു സ്കെയിലബിൾ ബിസിനസ് ആക്കി വളർത്താം, അതാണ് നമ്മളതിൽ പറഞ്ഞു പോകുന്നത്. ഇത് കൂടാതെ നമുക്ക് ടെക് ഹൊറൈസൺ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് ടെക്നോളജി, അതായത് ഒരു ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ എക്സിസ്റ്റിംഗ് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാം. അത് ഒന്നില്ലെങ്കിൽ ഒരു വാല്യൂ അഡീഷൻ ആകാം, അല്ലെങ്കിൽ ഒരു വെർച്വൽ റിയാലിറ്റി, ഇതേപോലെ സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഇതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാർക്കറ്റ് മിസ്റ്ററി എന്ന് പറയുന്നത് പ്യൂർലി മാർക്കറ്റിംഗ് ആണ്. AI മാർക്കറ്റിംഗ് ഉണ്ടാവും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവും, അത് കൂടാതെ തന്നെ സെയിൽസ് ഉണ്ടാവും, പിന്നെ കൺവെൻഷണൽ ആയുള്ള മാർക്കറ്റിംഗ് രീതികൾ, ഇതെല്ലാം നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് സബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് നമുക്ക് HR മാനേജ്മെന്റ്, ഫിനാൻസ് മാനേജ്മെന്റ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ ടോപ്പിക്കും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് കീഴിലുള്ള ഒരു ട്രെയിനിങ് കൾച്ചർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഫെസിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, അതിന്റെ ബേസിക്കലി ഉള്ള നിങ്ങളെ ഒരു ഹാൻഡ്സ് ഓൺ സപ്പോർട്ടോട് കൂടി നിങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് അത് വളർത്താനുള്ള സഹായം കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു DPR ആവട്ടെ, അല്ലെങ്കിൽ ലൈസൻസിങ് ആവട്ടെ, അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, അതിന്റെ വാലിഡേഷൻ ആവട്ടെ, എല്ലാം കീഴ് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് കീഴിന്റെ ഒരു സംരംഭകർക്കായിട്ടുള്ള ഒരു പദ്ധതികൾ എന്ന് പറയുന്നത്. സോ നമുക്ക് അധികം ലേറ്റ് ആവാതെ ഇന്നത്തെ വെബിനാറിലേക്ക് കടക്കാം. ഇന്നത്തെ വെബിനാർ ടോപ്പിക് എന്നത് സൈബർ സെക്യൂരിറ്റി ആണ്. ലൈക്ക് ഒരു ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം, വാട്സാപ്പിൽ ലിങ്ക്സ് വരുന്നതും അവരെങ്ങനെ ഹാക്ക് ചെയ്യുന്നു, കുറെ ഡാറ്റ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരു സൈബർ സുരക്ഷ എത്രത്തോളം ഒരു ബിസിനസ്സിന് വളരെ ആവശ്യകതമാണ് എന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അതൊരു സംരക്ഷിതമായിട്ട് നമുക്ക് എങ്ങനെ ഫോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് ഇന്ന് ഫാക്കൽറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ബേസിൽ സാറാണ്. ബേസിൽ സാർ LBS സ്കിൽ സെന്ററിന്റെ സെന്റർ ഹെഡ് ആണ്. സോ സാറിനെ വെൽക്കം ചെയ്യാം. സാറി സൈബർ സെക്യൂരിറ്റിയിൽ 25 years എക്സ്പീരിയൻസ് ഉണ്ട്. സോ സാറിനെ വെൽക്കം ചെയ്യണം. വെൽക്കം ബേസിൽ സാർ. ഓക്കെ സാർ, താങ്ക് യു. എങ്ങനെ തുടങ്ങാമോ സാറേ? തുടങ്ങാം. എല്ലാവരും പാർട്ടിസിപ്പൻസ് എണ്ണം ഇവിടെ കാണിക്കുന്നില്ല. എത്ര 51 പേരുണ്ട്. അത്രയൊക്കെയാണ് വരാറുള്ളൂ, പിന്നെ ഇടയ്ക്ക് ജോയിൻ ചെയ്തോളൂ അല്ലേ? ഇല്ല, അറൗണ്ട് ഒരു 100 ഉണ്ടാവും. ഓക്കെ ജോയിൻ ചെയ്തു സാർ. ഓക്കെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ സമയം 2:30 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ഇങ്ങനെയുള്ള സെഷനുള്ള പ്രശ്നം എന്തെങ്കിലും ഒന്ന് ടൈം ബൗണ്ടഡ് ആയിട്ട് തീർക്കണം. രണ്ടാമത് കാട് കയറി പോകുന്ന സബ്ജക്റ്റ്. മൂന്നാമത് ഓഡിയൻസ് എന്ന് പറയുന്നത് ഏത് ലെവലിലാണെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് ഇതിലേക്ക് വന്നേക്കുന്നവരുണ്ടാവാം, കുറച്ചൊക്കെ IT കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്നൊരു സംശയമുള്ളവരുണ്ടാവാം. അതല്ലെങ്കിൽ നമുക്ക് പുതിയ ടെക്നോളജിയിലെ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റ് ആയാൽ കൊള്ളാം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവാം. അപ്പം നമ്മളിത് ഇന്ന് കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് എന്നോട് ഇങ്ങനെ ഒരു സെഷനെ പറ്റി ഈ സാർ പറഞ്ഞത്. അപ്പം ഞാനിത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതായത് ഒരു 50 അല്ലെങ്കിൽ 100, 50 അല്ലെങ്കിൽ 50 താഴെ സ്റ്റാഫ് വെച്ച്, അല്ലെങ്കിൽ 10-15 സ്റ്റാഫിനെ വെച്ച് മാനേജ് ചെയ്യുന്ന ഒരു ഇടത്തരം ബിസിനസ്സിൽ എങ്ങനെയാണ് IT അല്ലെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കണ്ടന്റ്. ഞാൻ 50ഓളം സ്ലൈഡ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ആക്ച്വൽ സ്ക്രീൻഷോട്ട് തന്നെയാണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഒരു സ്ലൈഡിന് ഒരു 2 മിനിറ്റ് വെച്ച് എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരു 100 മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. അധികം ഡീപ്പായിട്ടും പറഞ്ഞിട്ടില്ല, വളരെ സിമ്പിളായിട്ടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു എന്റർപ്രൈസസ് കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ മൊബൈൽ, നമുക്ക് അതിൽ നിന്ന്
ഒരു ഒരു സ്ഥാപനം കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൊണ്ട് അബദ്ധങ്ങൾ പറ്റരുത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. അതോ അയ്യോ അത് അങ്ങനെ ആയിരുന്നോ, എനിക്കറിയില്ലായിരുന്നു, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ IT എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതായത് മുൻകരുതൽ എടുക്കുക. അതിനാണ് നമ്മൾ ശരിക്കും സൈബർ സുരക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതും അറിഞ്ഞിട്ട് സംഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അതിന് സാധാരണ രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ സെഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ സെഷനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ, അതായത് ഇയർ വൈസ് ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു, ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്, മാർക്കറ്റിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മൊബൈൽ ടെക്നോളജിയിലേക്ക് വന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള വാട്സപ്പ് അങ്ങനെയുള്ള മീഡിയ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും, അതിനകത്ത് ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനോടകം അറിയാവുന്നതായിരിക്കും. കാരണം ഇപ്പോൾ അത്യാവശ്യം ഫേസ്ബുക്കിലും ഗ്രൂപ്പിലും ഒക്കെ ഉള്ളവർക്ക് പല ഓപ്ഷൻസും അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുകൂടി ഒന്ന് കൺഫേം ചെയ്ത് നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്ക് ഈ 45-50 സ്ലൈഡിൽ തീർക്കാവുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ തീർക്കാവുന്ന ഒരു സെഷൻ പോലെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ സാർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, നമ്മുടെ കീഡ് എന്ന് പറഞ്ഞത് കേരള സർക്കാരിന്റെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള ഒരു ട്രെയിനിങ് സെന്റർ ആണ്. അത് കളമശ്ശേരി HMT ജംഗ്ഷനിൽ നേരെ റോഡ് സൈഡിലല്ല, സ്വല്പം ഉള്ളിലേക്ക് കയറിയാണ്. നല്ല എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും കൂടി ഒരു ട്രെയിനിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവിടെ ഉണ്ട്. അവിടെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ നടക്കുന്നു. ഇത് 1994 മുതലുള്ള ഒരു പ്രസ്ഥാനമാണ്. 2005 കൊച്ചിയിൽ അതിന്റെ സംരംഭം തുടങ്ങിയെന്നാണ് ഞാൻ വെബ്സൈറ്റിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതില് നമ്മുടെ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കേണ്ട. കാരണം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും എന്താണ് സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. വൻകിട വ്യവസായങ്ങളും അതിനോടൊപ്പം തന്നെ ചെറുകിട വ്യവസായങ്ങളും. ചെറുകിട വ്യവസായങ്ങൾ 100 കൂടുമ്പോൾ ചിലപ്പോൾ ഒരു വൻകിട വ്യവസായത്തിന്റെ അത്ര ആയിരിക്കും ആവത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും പലരും കൂടി നടത്തുന്ന ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. MSME എന്നുള്ള കൺസെപ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ പല സ്കീമുകളും അവർക്ക് സബ്സിഡി ലോണുകളും മറ്റു കാര്യങ്ങളൊക്കെ അനേകം കിട്ടുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ കീടുമായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ കിൻഫ്രയിലൊക്കെ നടക്കുന്ന എക്സിബിഷൻ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെ പറ്റി കൂടുതൽ അറിയാനൊക്കെ സാധിച്ചത്. അപ്പൊ ആ എക്സിബിഷൻ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. എക്സിബിഷനിൽ നമ്മുടെ ഐഡിയാസ് കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇപ്പൊ കീട് എന്ന് പറയുന്നത് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ വ്യവസായ നഗരം എന്ന് പറഞ്ഞ കൊച്ചിയിൽ കളമശ്ശേരിയിൽ വളരെ ശാന്തമായ സ്ഥലത്താണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഇനി ഇത് വ്യവസായം അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട സംശയങ്ങളുള്ളവർക്ക് ഒരു സംശയം ചോദിക്കണമെങ്കിൽ അതിനെ പറ്റിയൊരു പ്രസ്ഥാനമാണ്. ഇൻട്രൊഡക്ഷനിൽ സാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന്റെ ഓഫീസ് കളമശ്ശേരിയിൽ ആണ്. വെബ്സൈറ്റ് keed.info എന്നാണ് വെബ്സൈറ്റ്. കോൺടാക്ട് നമ്പർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് KIED എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സൈറ്റ് വരും. അതേപോലെ തന്നെ ഓഫ്ലൈൻ ഓൺലൈൻ സൈറ്റ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഹോം പേജിൽ തന്നെ ഒരു ട്രെയിനിങ് കലണ്ടർ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പം ഈ എടുക്കുന്ന സെഷനൊക്കെ കറക്റ്റ് സമയത്ത് അതിനകത്തേക്ക് വരുന്നുണ്ട്. ചിലത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നവരും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വിവരമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഈ സെഷൻ്റെ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് സെഷന്. ഒന്ന് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് വൈൽ യൂസിങ് മൊബൈൽ ഓർ ലാപ്ടോപ്പ് ഓർ മൊബൈൽ. നമ്മൾ ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ആയാലും നമ്മൾ ഒരു ചെറിയ ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് നടത്തുകയാണ് ഒരു വ്യക്തി. അവർക്കൊരു 3-4 ഡെലിവറി വാൻ ഉണ്ട്, ഒരു ഓഫീസ് ഉണ്ട്, 10-25 അല്ലെങ്കിൽ 30 സ്റ്റാഫ് ഉണ്ട്. ഓഫീസിലൊരു അക്കൗണ്ടന്റ് ഉണ്ടാവും, വേറെ 2 കാഷ്യേഴ്സ് ഉണ്ടാവും. അത് അങ്ങനെ ഒരു സ്ഥാപനം, നമ്മളൊരു മൈക്രോ സ്മോൾ എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ഓഫീസിൽ ഒരു നെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ടാവാം. സ്വാഭാവികമായും ഒരു കറണ്ട് അക്കൗണ്ടും ഒരു SB അക്കൗണ്ടും ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ട് SB അക്കൗണ്ടും ഒക്കെ മാനേജ് ചെയ്തിട്ടുണ്ടാവും. ബാങ്ക് ലോൺ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും നെറ്റ് ബാങ്കിങ് എനേബിൾ ചെയ്തിട്ടുണ്ടാവും. അത് കൂടാതെ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്നിടത്ത് മറ്റേ QR കോഡ് വെച്ചുള്ള UPI പേയ്മെന്റ് സിസ്റ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഇതിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. ഇതെല്ലാം ചിലത് മൊബൈൽ ബേസ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് സിം വേണം. അപ്പൊ സിം എടുക്കുമ്പോൾ സിം ആരുടെയും പേരിൽ എടുക്കാൻ പറ്റില്ല, സ്ഥാപന മേധാവിയുടെ പേരിലായിരിക്കണം. ആ സിം തന്നെയായിരിക്കണം ബാങ്കിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ QR കോഡ് തന്നെ പല കോപ്പി എടുത്തിട്ട് കാര്യമില്ല, അത് ഒരു അക്കൗണ്ടിലേക്ക് പോവുള്ളൂ.
QR കോഡ് വഴി സ്കാൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൽ പോകും. QR കോഡ് ഇല്ലാതെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അതേ ബാങ്കിൻ്റെ SB അക്കൗണ്ടിൽ പോകും. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇനി അക്കൗണ്ടിലേക്ക് പണം പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ, ഇതെങ്ങനെ വെരിഫൈ ചെയ്യും? ഇങ്ങനെ ഓരോ ഇഷ്യൂസിലും വീണ്ടും വീണ്ടും ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഈ എല്ലാ ഇഷ്യൂസും നമ്മൾ ചർച്ച ചെയ്യാൻ ഈ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു കോമൺ ആയിട്ട് നിങ്ങൾ ഒരു ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പ് മൊബൈൽ ഒരു ഇന്റർനെറ്റ് കണക്ഷനിൽ ഉപയോഗിക്കുമ്പോൾ, അതായത് പബ്ലിക് നെറ്റ്വർക്കിലേക്ക് നമ്മൾ അത് വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളൊരു ടൈമുള്ളൂ. അത് വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 1 നമ്മൾ എന്തൊക്കെയാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതും മൊബൈലിൻ്റെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അത് വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു സംഭവമാണ്. എന്നാലും ജസ്റ്റ് ഒരു ഹിൻറ്റ് പറയാം. പാർട്ട് 1 പാർട്ട് 1 കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർട്ട് 2 എന്ന് പറയുന്നത്. ഈ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെസ്സേജിങ് ടെക്നോളജീസ്, അതേപോലെ തന്നെ ഈ എന്താണ് ഫയർവാൾ എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾ കുറച്ച് പേരെ കേട്ടിട്ടുണ്ടാവും. ഫയർവാൾ 2-3 ടൈപ്പ് ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വന്ന ഫയർവാൾ ഉണ്ട്. അതുകൂടാതെ വ്യവസായം നമ്മൾ ഒരു പരിധി വിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഹാർഡ്വെയർ ഫയർവാൾ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്തു വെക്കാൻ പറ്റും. പിന്നെ പലർക്കും ഒരു സംശയമാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ കൊണ്ട് അത് ഗുണമാണോ ദോഷമാണോ, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഡിസ്കഷനിൽ വെക്കാം. പിന്നെ ചില മോണിറ്ററിംഗ് ടൂൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് നമുക്ക് ഇടാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു എങ്ങനെയാണ് ഒരു ഈ വാട്സപ്പിലും ഇതിൽ മറ്റേ മോസില ഫയർഫോക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ബ്രൗസറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് സമയക്കുറവുകൊണ്ടും പിന്നെ ഈ പാർട്ടിസിപ്പൻസിന്റെ ലെവൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മളൊരു ഒരു പ്രത്യേക രീതിയിലാണ് അത് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അത് നോക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെഷൻ. അപ്പോൾ സെഷൻ തുടങ്ങി അധികം ബോറടിപ്പിക്കാതെ നിങ്ങളെ 1.5 മണിക്കൂർ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും കണ്ടൻസ് ഇതാണ്. പാർട്ട് 1 പാർട്ട് 2 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കതിൽ തന്നെ പാർട്ട് 1 പാർട്ട് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാം, ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നവരാവാം. നമ്മളത് ഒരു ഓഫീസിലെ ഒരു സംഭവം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പവർ ഓൺ ചെയ്യുന്നു, അത് ബൂട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ചിലർക്ക് പല ടൈപ്പ്, ചിലർക്ക് ഇതൊന്നും ഒരു സംഭവങ്ങൾ ഇതിൻ്റെ പിന്നിൽ എങ്ങനെ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും അറിയേണ്ട ആവശ്യങ്ങളില്ലാത്തവരുണ്ട്. അത് വർക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അതങ്ങനെയാണ്, അത് നമ്മുടെ ഒരു അവകാശം പോലെയുള്ള. ചിലരങ്ങനെയല്ല, അതിനെപ്പറ്റി അറിയാനും ഇതിനെന്താണ്, ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ കോഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് കൊണ്ടുനടക്കുന്ന ജനങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സമയം കളയേണ്ട കാര്യമില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ലോകത്ത്, നമ്മൾ ഈ IT-യുടെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത് വെച്ചെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ 192 രാജ്യങ്ങളിലും, അതായത് ലോകത്തുള്ള 192 രാജ്യങ്ങളിലും ഏകദേശം സെയിം ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം ഇത് കൂടുതൽ വ്യത്യസ്തമായ ടൂൾസ് ഇല്ല. അപ്പം നമ്മളൊരു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ പുട്ടും കടലയും കഴിച്ചു. അത് നമ്മൾ കേരളത്തിലുള്ളവരുടെ പ്രഭാത ഭക്ഷണമാണ്. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അതല്ല, കർണാടക ചെല്ലുമ്പോൾ അതല്ല, ഇന്ത്യക്ക് പുറത്ത് ചെല്ലുമ്പോൾ അതല്ല, ചൈനയിൽ ചെല്ലുമ്പോൾ അതല്ല, ജപ്പാൻ ചെല്ലുമ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് കമ്പ്യൂട്ടറിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് വേൾഡ് കൺസെപ്റ്റിലാണ് പറയുന്നത്. അപ്പം ലോകത്ത് ഫസ്റ്റ് വന്നത് എന്ന് പറയാവുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസെപ്റ്റ് ആപ്പിളിൻ്റെ മാക്കാണ്. അത് 1984 റിലീസ് ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് 1967 US ഡിഫൻസിന്റെ ആവശ്യത്തിന് യുണിക്സ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് മോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങുന്നത്. 1969 എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങുന്ന സമയമാണ്. ഇലക്ട്രിക്കൽ വൈദ്യുതി കണ്ടുപിടിച്ച ഏകദേശം ഒരു 50-60 വർഷം കഴിഞ്ഞാണ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ശാഖ വരികയും അതിൽ നിന്നാണ് കമ്പ്യൂട്ടർ സയൻസ് എന്നത്. ആദ്യം ഇതെല്ലാം ഡിഫൻസ് ആവശ്യത്തിനാണ് ഉപയോഗിച്ചത്. 1969 അത് യുണിക്സ് എന്ന പേരിലാണ് വന്നത്. അത് ബെൽ ലാബറട്ടറീസ് US അതിൻ്റെ R&D ഒക്കെ നടന്നത്. അതിൻ്റെ ഗ്രാഫിക്സ് വേർഷൻ ലിനക്സ് എന്ന് പറഞ്ഞ് 1992 റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ആപ്പിളും ലിനക്സും ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്, നമ്മൾ സാധാരണ ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ്.